ഇപ്പോൾ ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഇന്നലെ ഞാൻ വൈകുന്നേരം 5 മണി 6 മണി വരെ ഞാൻ ഹോസ്പിറ്റലുണ്ടായിരുന്നു. എൻ്റെ ഒരു കമ്മിറ്റിക്ക് തെളിവ് കൊടുത്തുണ്ട്. തിങ്കളാഴ്ചയും ഇത് തെളിവുകളെല്ലാം കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റിനെയും ബലപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഫോട്ടോ കോപ്പി കൊടുത്തിരുന്നു. എൻ്റെ സഹപ്രവർത്തകരും അവർക്ക് മൊഴി കൊടുത്തത് എനിക്ക് അനുകൂലമായിട്ടാണെന്നാണ് ഞാൻ അറിയുന്നത്. അതിൽ ഞാൻ പറഞ്ഞ എഴുതിയിരുന്നതിലോ പറഞ്ഞതിലോ മാധ്യമങ്ങളോട് പങ്കുവെച്ചതിലോ ഒരു കാര്യത്തിൽ പോലും തെറ്റ് ഇല്ല. അതിനെല്ലാം തെളിവുള്ളത് കൊണ്ടാണ് തെളിവുകളെല്ലാം അന്വേഷണ സമിതി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ പ്രൊക്യൂർമെന്റ് പ്രോസസ്സ് അത് വളരെ സങ്കീർണമാണ്, അത് ലളിതമാക്കണമെന്നൊരു ശുപാർശ കമ്മിറ്റി നൽകിയിട്ടുണ്ട്. അതെ, അതിൽ അംഗ കമ്മിറ്റിയുടെ അവസാന ചോദ്യം അതായിരുന്നു, എന്താണ് താങ്കൾക്കുള്ള നിർദ്ദേശങ്ങൾ. ഞാനത് നിർദ്ദേശങ്ങൾ പറയുക മാത്രമല്ല, A4 സൈസിലുള്ള 2 പേജ്, അതായത് 4 പേജ് അതിനകത്ത് നിറയെ അതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് എൻക്വയറി റിപ്പോർട്ടിൽ ഉണ്ടാവണം. അതിൻ്റെ കൂടെ അത് വെക്കണം. ഞാൻ നാളെ ഈ സർവീസിലില്ലെങ്കിലും അത് നടപ്പിലാക്കണം എന്നുള്ളൊരു അപേക്ഷ ഞാൻ അതിലൂടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടായല്ലോ. അന്ന് ഓപ്പറേഷൻ മാറ്റിവെച്ച രോഗികൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. അവർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർ എന്നെ വന്ന് കണ്ട്, എന്നെയും എൻ്റെ സഹപ്രവർത്തകരെ കണ്ട് ഒന്ന് തൊഴുത് ഒരു പുഞ്ചിരി തന്നിട്ടാണ് പോകുന്നത്. ആ പുഞ്ചിരിയാണ് നമുക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. അതോടുകൂടി നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം അതിലാണ് നമുക്ക് സമാധാനം. ഡോക്ടർ, ഇതിനകത്ത് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സർക്കാരിന് കൈമാറുമ്പോൾ ഡോക്ടർ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഡോക്ടർ പ്രതീക്ഷിക്കുന്നത്? ധാരാളം മാറ്റങ്ങൾ എഴുതിയിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മാതൃഭൂമി ഞാൻ വായിച്ചിരുന്നു. മാതൃഭൂമിയിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതേ അക്ഷരം പ്രതിയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതെല്ലാം ശരിയാണ്, അക്ഷരം പ്രതി ശരിയാണ്. ഇതിലുള്ള ഈ വികസന സമിതിയുടെയും മറ്റേ ബ്യൂറോക്രസിയുടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പലർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ട്രാപ്പായിട്ട് കിടക്കുകയാണ്. അത് പരിഹരിച്ചേ പറ്റുള്ളൂ. അത് അടിയന്തരമായിട്ട് പരിഹരിക്കാൻ അത് സർക്കാർ മുൻകൈ എടുക്കുമെന്ന് പത്രത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പൂർണ്ണമായ റിപ്പോർട്ട് പ്രകാരം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നില്ല. അതിൽ ചില ഭാഗങ്ങൾ ഡോക്ടർ ഭാഗം അംഗീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ബ്യൂറോക്രസിയെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയൊരു സംവിധാനത്തിൽ ഇരുന്നുകൊണ്ട് പരസ്യമായൊരു ഏറ്റുമുട്ടലിലേക്ക് പോയി എന്നുള്ളതാണ് ഡോക്ടർക്കെതിരെയുള്ള വിമർശനം. ഞാനത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഞാനത് എൻ്റെ കയ്യിൽ തെറ്റുപറ്റി. കാരണം അത് മാർഗം സ്വീകരിച്ചത് ശരിയല്ല എന്ന് എനിക്കറിയാം. അത് ശരിയല്ല എന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. പക്ഷേ വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണെന്ന് ഞാനത് തുറന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാനത് തെറ്റിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് അത് അല്പം തെറ്റുപറ്റി. കാരണം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഇത് ആരോഗ്യവകുപ്പ് അത് ശ്രദ്ധിക്കുമെന്നും ഈ ബ്യൂറോക്രസിക്കെതിരെയാണ് മാത്രമാണ് ഞാനത് എഴുതിയിരുന്നത്. ആ ഫേസ്ബുക്ക് 3 പോസ്റ്റുകൾ ഞാനിട്ടിരുന്നു. 3ലും സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ കുറ്റം പറഞ്ഞിട്ട് ഒന്നിലും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ബ്യൂറോക്രസിയെ മാത്രമാണ് കുറ്റം പറഞ്ഞത്. അത് ആ പ്രശ്നം ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കണം, അടിയന്തരമായി പരിഹരിക്കണം, എൻ്റെ രോഗികൾക്ക് അടിയന്തരമായിട്ട് ചികിത്സയ്ക്കുള്ള സാധനങ്ങൾ എത്തിക്കുമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ അത് എന്തുകൊണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോവുകയും അതിന് കൂടുതൽ മാനങ്ങൾ ലഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അതിൻ്റെ സമ്മർദ്ദത്തിലായിരുന്നു. അത് ആരും എന്നെ ഭീഷണിപ്പെടുത്തല്ല, എന്നാലും എനിക്കത് തെറ്റുപറ്റിയെന്ന് തോന്നി.